ഊന്നുകല്ലിൽ വേങ്ങൂർ സ്വദേശിനിയെ കൊലപ്പെടുത്തിയത് ആഭരണങ്ങൾക്ക് വേണ്ടിയാണെന്ന് പ്രതി രാജേഷ് പോലീസിനോട് വെളിപ്പെടുത്തി. ഒളിവിലായിരുന്ന രാജേഷിനെ വ്യാഴാഴ്ചയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പ് നടത്തുന്നതിനുമായി പ്രതിയെ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. ഊന്നുകല്ലിൽ വേങ്ങൂർ സ്വദേശി ശാന്തയെ കൊലപ്പെടുത്തിയത് താൻ ഒറ്റയ്ക്കാണെന്നും മറ്റാർക്കും പങ്കില്ലെന്നുമാണ് പ്രതി രാജേഷിന്റെ കുറ്റസമ്മതമൊഴി. ശാന്തയുടെ ആഭരണങ്ങൾ കവരുകയായിരുന്നു ഉദ്ദേശം. ചുറ്റികയ്ക്ക് തലക്കടിച്ചാണ് കൊലപാതകം നടത്തിയത്. ചുറ്റികയും ശാന്തയുടെ വസ്ത്രങ്ങളും വലിച്ചെറിയുകയും ചെയ്തു എന്നിങ്ങനെയാണ് കേസിൽ അറസ്റ്റിലായ നേര്യമംഗലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അടിമാലി പാലക്കാട്ടിൽ രാജേഷ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. നേരത്തെ മുതൽ അടുപ്പമുണ്ടായിരുന്ന ശാന്തയെ തെറ്റിദ്ധരിപ്പിച്ചാണ് വീട്ടിൽ നിന്നും കൊണ്ടുവന്നതെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. മൊഴി പോലീസ് തള്ളിക്കളഞ്ഞിട്ടില്ലെങ്കിലും കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. കോടതിയിൽ ഹാജരാക്കിയ രാജേഷിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. കൊലപാതകത്തിന് ഉപയോഗിച്ച ചുറ്റികയും ശാന്തയുടെ വസ്ത്രങ്ങളും ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിക്കുകയും വേണം. രാജേഷ് ബുധനാഴ്ച എറണാകുളത്ത് വച്ചാണ് പോലീസ് സംഘത്തിന്റെ പിടിയിലായത്. തുടർന്ന് ഊന്നുകൽ സ്റ്റേഷനിൽ എത്തിച്ചാണ് ചോദ്യം ചെയ്തത്. കഴിഞ്ഞ 18-ാം തീയതിയാണ് ശാന്ത കൊല്ലപ്പെട്ടത്. ഊന്നുകല്ലിൽ ആൾതാമസമില്ലാത്ത വീട്ടിലെ മാലിന്യ ടാങ്കിനോടനുബന്ധിച്ചുള്ള മാൻഹോളിൽ തള്ളിയ മൃതദേഹം 22-ാം തീയതി പോലീസ് കണ്ടെടുത്തു. ഇതിന് പിന്നാലെയാണ് രാജേഷ് ഒളിവിൽ പോയത്. കൊലപാതകം നടത്തിയ ശേഷവും രാജേഷ് കോതമംഗലത്തെ ഹോട്ടലിൽ ജോലിക്കെത്തിയിരുന്നു. പതിവ് പോലെ നേര്യമംഗലത്തെ വീട്ടിലുമെത്തി. അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന് ഉറപ്പായതോടെ കാർ ഉപേക്ഷിച്ച് പ്രതി നാടുവിടുകയായിരുന്നു. അതിനു മുമ്പേ തന്നെ ശാന്തയുടെ ആഭരണങ്ങൾ അടിമാലിയിൽ വിൽപ്പന നടത്തി പണം വാങ്ങിയിരുന്നു. മറ്റൊരു മാല വാങ്ങി രാജേഷ് തന്റെ ഭാര്യയെ ഏൽപ്പിക്കുകയും ചെയ്തു. രാജേഷ് പിടിയിലാകും മുമ്പേ തന്നെ കാറും സ്വർണത്തിന്റെ ഇടപാടും പോലീസ് കണ്ടെത്തിയിരുന്നു. GTV ന്യൂസ്, കോതമംഗലം.